ഇപ്പൊ നമ്മുടെ മറ്റൊരു അതിഥി കൂടി ഇവിടെ ഉണ്ട്. പേരെന്താണ്? സഞ്ജയ് റാം. സഞ്ജയ് റാം. എവിടെ സ്ഥലം? എവിടെ? വണ്ടിപ്പെരിയാറാണ്. ഇടുക്കിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എന്നെ പഠിപ്പിച്ചത് വന്നിട്ട് ശാന്ത ടീച്ചർ, ശ്യാമ ടീച്ചർ. എന്നെ കൊറിയോഗ്രാഫി ചെയ്തത് വന്നിട്ട് ആനന്ദ് ചേട്ടാനെ ഒത്തിരി നന്ദി പറയുവാണ്. എനിക്കിപ്പോ എ ഗ്രേഡ് ഉണ്ട്. എനിക്ക് ഒത്തിരി നല്ല ഒരു പറയാൻ പറ്റുന്നില്ല, അത്രയും നല്ല ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഇവിടെ സ്റ്റാളിൽ എത്തിയപ്പോ തന്നെ ഞാൻ കാണുന്ന ഇദ്ദേഹം ടീച്ചർ വിളിക്കുകയാണ്. വളരെ സന്തോഷം. ടീച്ചറെ എനിക്ക് എ ഗ്രേഡ് കിട്ടി. ടീച്ചറെ തൊട്ട് കരയണോ ചിരിക്കണോ പൊട്ടിച്ചിരിക്കണോ എന്ന് അറിയാത്ത രീതിയിൽ പുള്ളിക്കാരൻ ടീച്ചറോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ആരെ വിളിച്ചു പറഞ്ഞു? ഏത് ടീച്ചറെ വിളിച്ചു പറഞ്ഞു? ഡാൻസ് ടീച്ചറിനെ ഞാൻ വിളിച്ചേ. അടുത്ത എന്റെ അമ്മയെ വിളിച്ചായിരുന്നു. അടുത്ത പ്രിൻസിപ്പലിനെയൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവരുടെ അടുത്തും പറഞ്ഞു. നല്ല സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ആ സന്തോഷത്തിൽ നമുക്ക് കേരള വിഷൻ ന്യൂസിന്റെ മുന്നിലേക്ക് പെർഫോം ചെയ്യാം. റെഡി? ഓക്കെ. സിന്ദൂര പൊട്ടും ചിരിയും മാത്രം ആ ഓർമ്മയിൽ വിഗ്രഹ പണി തുടങ്ങി. മുട്ടികൾ തെറ്റു ചൊല്ലി മാറ്റി മറിച്ചും വാർത്തു തട്ടാൻ ഒരു നോക്കു കണ്ടൊരാ പെൺമണിയെ പെറ്റമ്മയെ പോലെ നെഞ്ചിലേറ്റി പണി തീർത്ത വിഗ്രഹം കാണിക്ക വെച്ചിട്ട് മുട്ടി തൊട്ട് തൊഴുത് കുമ്പിടുമ്പോ വിഗ്രഹം കണ്ടൊര വെല്ലിമ്പ്രാൻ കോപിച്ചു കരിതുള്ളുന്നു കാവിൽ കോമരം പോലെ. മാമ്പഴച്ചേലൊത്ത മണിമാറിലെ മാൻമറുകെങ്ങനെ തട്ടാൻ കണ്ടു. കൂമ്പളം പോലെ തരക്കെട്ടിൻ താഴെ മുറിപ്പാടും എന്നു കണ്ടു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും റിസൾട്ട് വന്നോടെ തന്നെ പഠിപ്പിച്ച അധ്യാപികയും പിന്നെ സ്വന്തം അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞ കാണിച്ച ആ ഒരു കലാകാരൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ആ കാര്യങ്ങൾ. അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവിധ ഭാവന നേരുന്നു. കാണാം. അപ്പൊ നമ്മൾ അടുത്ത ഒരാൾ കൂടി നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്.